കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോട് മണ്ണിടിഞ്ഞ അപകടം എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോട് മണ്ണിടിഞ്ഞ അപകടം എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപകടം എത്രത്തോളം തീവ്രതയുള്ള കാര്യമാണ് എന്നൊക്കെ നമുക്ക് അല്പസമയത്തിനകം നമുക്ക് ചോദിക്കാം. എന്തായാലും ഈ കോഴിക്കോട് ബൈപ്പാസിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മിഥില ബാലനിലേക്ക് അല്പസമയത്തിനും എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ മഴ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മഴയത്ത് സ്വാഭാവികമായി മണ്ണ് കുതിർന്നു നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. മിഥില ബാലൻ ചേരുന്നു. മിഥില, വലിയ അപകടമാണോ? ആഷ്മി, വലിയ അപകടം തന്നെയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. തൊണ്ടയാട് ബൈപ്പാസിന് സമീപമാണ് നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് തന്നെ നമ്മളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇപ്പോൾ ഒരു തൊഴിലാളി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അരമണിക്കൂറിനുള്ളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ നിന്നും ആളുകളെ ഇവിടെ നിന്നും മാറ്റുകയാണ്. കാരണം അപകടകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ ആണ് മണ്ണ് ഇടിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു അരമണിക്കൂർ മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്കിവിടെയുള്ള ആളുകളോട് ചോദിച്ചേക്കാം, ഇത് എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഏകദേശം ഒരു അരമണിക്കൂർ മുന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3 പേരുണ്ടായിരുന്ന പണിക്കാർ, ഒരാളാണ് ഇപ്പോൾ മണ്ണിൻ്റെ അടിയിലുള്ളത്. ഏതെങ്കിലും പണി നടക്കുന്നതായിരുന്നു? അതെ അതെ അതെ, കോൺട്രാക്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഷ്മി, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ ഒരു മല പോലുള്ള ഭാഗമാണ്. അവിടെ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് വീണത്. 3 തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൽ 2 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഏറ്റവും ഗുരുതരമായ കാര്യം എന്നത് നമ്മൾ ഇവിടെ എത്തിയ സമയത്തും വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് താഴോട്ട് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെ എല്ലാം സഹായത്തോടെ ഇപ്പോൾ ആ മണ്ണ് മാറ്റി അതിനുള്ളിൽ കുടുങ്ങിയുള്ള ആളെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിടിഞ്ഞ സമയത്ത് ദേശീയപാത കോഴിക്കോട് ബൈപ്പാസിന്റെ ഭാഗത്തുള്ള സ്ഥലമാണോ നെല്ലിക്കോട്? ഈ ദേശീയപാത കോഴിക്കോട് ബൈപ്പാസിന്റെ ഭാഗത്തുള്ള ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണ്ണിടുന്ന ദൃശ്യങ്ങളാണ്. വലിയ മണ്ണിടിച്ചിലാണ്. അതാണ് മിഥില നേരത്തെ പറഞ്ഞത്. അതിൽ 3 ജോലിക്കാരുണ്ടായിരുന്നു. 2 പേരെ രക്ഷപ്പെടുത്തിയെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഒരാളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മല ഏതാണ്ട് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ അടർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ ആ ദൃശ്യങ്ങൾ കണ്ടത്. മിഥില, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിവെച്ചിരിക്കുന്നതൊക്കെ മറിച്ചിട്ടുകൊണ്ട് ഒരു ഭാഗം, ഒരു മണ്ണിൻ്റെ ഒരു അടർന്ന് ഇങ്ങോട്ട് വീഴുകയാണ്. അപ്പോൾ അതിനു മുമ്പ് മണ്ണിടിച്ചിലുണ്ടായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മിഥില? തീർച്ചയായും ആഷ്മി, നമ്മൾ ഇവിടെ എത്തുന്നതിന് മുൻപെയാണ് ഈ ഒരു സംഭവം നടന്നത്. ആ ഒരു മണ്ണിടിച്ചിലാണ് ഇത്തരത്തിൽ തൊഴിലാളികൾ കുടുങ്ങിയത്. അതിൽ 2 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു തൊഴിലാളി ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തിയപ്പോഴാണ് വീണ്ടും രണ്ടാമതും മണ്ണിടിഞ്ഞത്. ആ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്ന രീതിയിൽ അവിടെ തൊട്ട് താഴെ ആ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളിയെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണത്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ചേട്ടൻ, ഈ പ്രദേശത്തുള്ള ഒരാളുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ മുമ്പേ ഇതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് വീണ്. അപ്പോൾ എല്ലാവരും കൂടി ഓടിക്കൂടി. അതിൽ 3 പേര് ഇവിടെ പെട്ടിട്ടുണ്ട്. അതിൽ 3 പേരിൽ 2 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. 1 പേര് ഉള്ളിലകത്ത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പിന്നെ 2 അടുപ്പിച്ച് 1 മണിക്കൂറിനുള്ളിൽ 2 ഭാഗമായിട്ട് ഇടിഞ്ഞു വീണിട്ടുണ്ട്. എന്തിന്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്? ഇത് എന്തോ ഫ്ലാറ്റോ എന്തോ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതാണ്. എന്താണ് വ്യക്തമായിട്ട് അറിയില്ല. വീടുകളൊക്കെ ഉണ്ടല്ലോ. വീടുള്ള ആളുകൾ എത്രയോ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്നുള്ളത്. പക്ഷെ അവർ പിന്നെയും പണി തുടങ്ങിയെന്നാണ് പറയുന്നത്. പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പ്രദേശത്തുള്ള ആളാണോ? പ്രദേശത്തുള്ള ആളാണ്. പക്ഷേ പിന്നെ ഇവിടുത്തെ ഈ റെസിഡൻസിന്റെ ആളുകൾ പറഞ്ഞത് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇത്തരത്തിൽ മണ്ണിടിക്കരുതെന്ന് പറഞ്ഞതാണ്. നിർമ്മാണ ജോലി നടത്തരുതെന്ന് പറഞ്ഞത്. തീർച്ചയായും. എന്താണ് ഇതിൽ പറയാനുള്ളത്? നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? ഓർഡർ ഉണ്ട്, എന്നിട്ട് പോലും അവർ പണി നിർത്തി വെച്ചില്ല. അവർ തന്നെ ഇത് ഫുള്ളായിട്ട് കൊണ്ട് റിട്ടേൺ പോലെ വെട്ടി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞു. എന്തിന്റെ പണിയാണ്? ഫ്ലാറ്റിന്റെ? ഫ്ലാറ്റ് റീഗേറ്റ് അല്ലേ? റീഗേറ്റ് ഫ്ലാറ്റ് ആയിരുന്നു. പ്രദേശവാസികൾ പ്രതിഷേധം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കംപ്ലൈന്റ് പോയിക്കണം അറിയാം. നിർത്തി വെക്കാൻ 2 ദിവസം മുന്നേ പറഞ്ഞ ഇതിപ്പോൾ ആ സൈഡ് പൊട്ടിയിട്ട് അന്ന് നിർത്തി വെക്കാൻ വേണ്ടി പറഞ്ഞ, പക്ഷേ ആരും നിർത്തി വെച്ചില്ല. ആഷ്മി, ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ആ നിർത്തിവെക്കാനുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇവിടെ വീണ്ടും നിർമ്മാണ ജോലികൾ, ഫ്ളാറ്റിന്റെ നിർമ്മാണമാണ് നടക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് 1 മണിക്കൂർ മുൻപ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞത്. 3 തൊഴിലാളികളായിരുന്നു ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തി. ഒരാൾ ഇപ്പോഴും ഈ മണ്ണിനടി, നമുക്കറിയാം വളരെ ശ്രമകരമായ ദൗത്യമാണ് ഇപ്പോൾ അഗ്നിശമന സേനയും പോലീസും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
നമുക്ക് കാണാം ഇപ്പോൾ ഇതാ ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. അതെല്ലാം തന്നെ തകർന്നു വീണിട്ടുണ്ട് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിനു ശേഷം. നമ്മളിവിടെ എത്തിയതിനു ശേഷം നമ്മൾ കണ്ടതാണ് ആ ദൃശ്യം. നമ്മളിവിടെ എത്തിയതിനു ശേഷമാണ് വലിയ രീതിയിൽ മണ്ണ് രണ്ടാമതും ഇടിഞ്ഞു വീണത്. ആ സമയത്തും താഴെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. അവർ ഓടി മാറിയത് കൊണ്ട് ആ മണ്ണിനടിയിൽ അകപ്പെട്ടില്ല. ഇപ്പോൾ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയാണോ കുടുങ്ങിക്കിടക്കുന്നത്? സംസ്ഥാന തൊഴിലാളിയാണ് ഉള്ളിൽപ്പെട്ടത്. ഇതര സംസ്ഥാന തൊഴിലാളി. യെസ്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന വിവരമാണ് പ്രദേശവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഏറ്റവും നാട്ടുകാർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ നിർമ്മാണ ജോലികൾ നടത്തരുത്. ഇതിന് മുകളിലുള്ള വീടുകൾക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുകൾ ഭാഗങ്ങളിൽ വീടുകളുണ്ട്. അവിടെ അതിനെല്ലാം ഭീഷണിയാണെന്ന് കാണിച്ച് ഇതിനു മുൻപ് തന്നെ പ്രദേശവാസികൾ പരാതി നൽകിയതാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്നതുൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴും നിർമ്മാണ ജോലികൾ നടക്കുന്നു. അത്തരത്തിൽ നിർമ്മാണ ജോലി നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതെന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി. നെല്ലിക്കോടാണ് ഈ വലിയ അപകടം എന്ന് പറഞ്ഞാൽ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ആ ദൃശ്യങ്ങൾ തന്നെ മിഥില അവിടെ എത്തി. നമ്മുടെ ക്യാമറ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ കണ്ണിൽ തന്നെ കാണാം അതിൻ്റെ ആദ്യ മണ്ണിടിച്ചിൽ തുടർച്ചയിലുണ്ടാകുന്ന രണ്ടാമത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ. ആദ്യത്തെ മണ്ണിടിച്ചിൽ ഭീകരമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഭാഗ്യം ഒരുപാട് നിർമ്മാണ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നില്ല. 3 പേരാണ് അതിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്നത്. അതിൽ 2 പേരെ രക്ഷപ്പെടുത്തി. അപ്പോൾ തന്നെ ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മഴയാണ് നമുക്കറിയാം. ഈ ദിവസങ്ങൾ പെയ്ത കനത്ത മഴയ്ക്കിടയിലും എന്തോ ഫ്ലാറ്റിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാറ്റിൻ്റെ പണി അവിടെ നടത്തിയത് ആരുടെ അനുവാദത്തോടു കൂടിയാണ് എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഈ മണിക്കൂറിൽ ചോദിക്കേണ്ട ചോദ്യം അല്ലെങ്കിൽ കൂടിയും